2025 ജനുവരി 26 കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഇത്തവണത്തെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ചത് എത്ര എണ്ണമാണ്? ലഭിച്ചതാണ് ചോദ്യം. പത്മഭൂഷൺ, പത്മവിഭൂഷൺ, പത്മശ്രീ എന്നിങ്ങനെയാണ് പത്മ പുരസ്കാരങ്ങൾ. മാറിപ്പോവാൻ പാടില്ല. ഇതിൽ പത്മഭൂഷൺ 19 പേർക്കും പത്മവിഭൂഷൺ 7 പേർക്കും പത്മശ്രീ 113 പേർക്കുമാണ് ലഭിച്ചത്. പത്മഭൂഷൺ 19, പത്മവിഭൂഷൺ 7, പത്മശ്രീ 113. ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ആർക്കൊക്കെ ലഭിച്ചത് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ ഇടാം. രണ്ടാമത്തെ ചോദ്യം, മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ച മലയാളത്തിൻ്റെ പ്രിയ കഥാകാരൻ. ശ്രദ്ധിക്കണം, പത്മവിഭൂഷണാണ് ലഭിച്ചത്. ആർക്കെന്നാണ് ചോദിച്ചത്. ഉത്തരം MT വാസുദേവൻ നായർ. മൂന്നാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര സംവിധായകൻ ആരെന്നാണ് ചോദ്യം. ഉത്തരം ഷാഫി. നാലാമത്തെ ചോദ്യം, കേന്ദ്ര പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂൾ ഉദ്ഘാടനം ചെയ്ത ജില്ല. കേന്ദ്ര പ്രതിരോധ മന്ത്രിയാണ് ശ്രീ രാജ്നാഥ് സിംഗ്. ഇദ്ദേഹം ഉദ്ഘാടനം ചെയ്ത വിദ്യാധിരാജ വിദ്യാപീഠം സൈനിക് സ്കൂൾ ഏത് ജില്ലയിലാണെന്നാണ് ചോദ്യം. ഉത്തരം ആലപ്പുഴ. അഞ്ചാമത്തെ ചോദ്യം, രാജ്യത്തെ ആദ്യ തേൻ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. ഉത്തരം മഹാരാഷ്ട്ര.